ഹായ് ഹലോ ഗായ്സ്, എല്ലാവരും എന്തെടുക്കുന്നു? എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ നന്നായിട്ടിരിക്കുന്നു. 24-ാം തീയതി ഒരു ഉച്ചയ്ക്ക് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. 25-ാം തീയതി ക്രിസ്മസും കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നത്. എല്ലാവരെയും ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ആഘോഷിച്ചോ? ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിൽ പോലും എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഞങ്ങളുടെ ക്രിസ്മസ് നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചു. നിങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യലൊക്കെ എന്തൊക്കെയായിരുന്നു? എല്ലാവരും വീട്ടിൽ തന്നെയാണോ ആഘോഷിച്ചത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും ഒരുമിച്ച് ഡ്രസ്സ് ഇടാൻ വേണ്ടി തെമ്മു വഴി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തവണ എന്തോ അവർ ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമിൽ ഡെലിവറി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പിലാണ് അവർ ഡെലിവറി ചെയ്തിരിക്കുന്നത്. അത് മേടിക്കാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ ഫ്രണ്ടും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുമ്പം കറക്റ്റായിട്ട് അവർ നമ്മുടെ കയ്യിൽ തന്നെ എത്തിക്കും. പക്ഷേ ചില സമയത്ത് ഇങ്ങനെയാണ് സംഭവിക്കൽ. ഞങ്ങളുടെ ഓൾഡ് ജോമിൽ നിന്ന് ഒരു 15 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഷോപ്പിലേക്ക്. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു. ചെറിയ തണുപ്പും ചെറിയ വെയിലും ചെറിയ കാറ്റൊക്കെ ആയിട്ട് നല്ല മിക്സ്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നടന്നു പോകാൻ നല്ല സുഖമുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകൾ കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇവിടെയൊക്കെ പഴയ ബിൽഡിങ്ങുകളായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം പൊളിച്ചിട്ട് നല്ല പുതിയ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ കണ്ടോ ഈന്ത നിൽക്കുന്നത്. ഈന്തപ്പഴം ഒന്നുമില്ല. റോഡിൻ്റെ ഒരു സൈഡിലാണ് ആദ്യം കണ്ടത്. പിന്നെ ചുമ്മാ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെയുണ്ട് കേട്ടോ നല്ല ഹൈറ്റിലൊരു ഈന്തയും കൂടി. കുറച്ചും കൂടി മുമ്പിലേക്ക് പോയപ്പോൾ വലിയൊരു നീല ബോക്സ് കാണുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകൾ, അതുപോലെ തന്നെ ഡ്രസ്സ്, ബാഗ്, അങ്ങനത്തെ ഒക്കെ നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു ചാരിറ്റി വൈസിലാണെന്ന് തോന്നുന്നു ഇത് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എത്താനായി നമ്മൾ. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പ്. ഇവിടെ കേട്ടോ നമ്മുടെ സാധനങ്ങളുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആ ചേട്ടനോട് പറഞ്ഞു ഞങ്ങളുടെ സാധനങ്ങൾ ഇങ്ങനെയുണ്ടെന്ന്. പുള്ളിക്കാരൻ ആദ്യം ഇവിടെയൊക്കെ നോക്കാനാണ്, താഴെ കുറച്ച് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, അവിടെ നോക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ അവിടെയൊന്നും ഇല്ലായിരുന്നു. അവസാനം പുള്ളിക്കാരൻ തന്നെ കോവണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മേലെയും കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, അതിൽ നിന്ന് ഞങ്ങളുടെ സാധനങ്ങൾ തപ്പിയെടുത്തു തന്നു കേട്ടോ. അങ്ങനെ അവസാനം കാത്തിരുന്ന് ഞങ്ങളുടെ പാക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടി കേട്ടോ. അതിൻ്റെ ഹാപ്പിനെസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പാക്കറ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഒത്തിരി ദിവസങ്ങളായി. ക്രിസ്മസിൻ്റെ കുറേ ദിവസങ്ങൾ മുമ്പ് ചെയ്തതാണ്. പക്ഷേ അവസാനം കിട്ടിയത് 24-ാം തീയതിയും. പിന്നെ പറയണ്ടല്ലോ, എന്താണെങ്കിലും ഇത് തന്നെ ഞങ്ങൾക്ക് ക്രിസ്മസിന് ഇടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നല്ല ഹാപ്പി. പിന്നെ ഞങ്ങൾ ആ പാക്കറ്റൊക്കെ ചെറുതായിട്ടൊന്ന് ആട്ടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാക്കറ്റ് കാണുന്നത് പോലെ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഈ കാണുന്നതില്ലേ ഫുള്ള് കറ്റാർവാഴ കേട്ടോ. ഒരുപാട് ചൂടുകളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുമായിരുന്നു കറ്റാർവാഴിൻ്റെ ഒരു മകിനിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ജെല്ലുള്ളതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. എന്താണെന്നറിയില്ല, എന്താണേലും ഒരുപാട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ചെടിയും ഉണ്ടായിരുന്നു. നിങ്ങൾക്കിത് പരിചിതമാണോ എന്നറിയില്ല, എന്നാലും ഞങ്ങളിത് സ്ഥിരമായിട്ട് കാണുന്നുള്ളതാണ്. റോസ്മേരി നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ വളരെ വൈറലായിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ ഇത്. ഇപ്പം ഇത് പൂക്കുന്ന സമയം ആണെന്ന് തോന്നുന്നു. ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. എൻ്റെ അമ്മോ, ഇതിൻ്റെ മണം പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര സ്മെല്ലുണ്ടായിരുന്നു. ചുമ്മാ നമ്മളൊന്ന് കുറച്ച് കയ്യിൽ അടർത്തിയെടുത്തിട്ട് മണത്ത് നോക്കുമ്പോൾ തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല സൂപ്പർ മണമായിരുന്നു. ഇഷ്ടം പോലെ തേനീച്ചകളൊക്കെ തേൻ കുടിക്കാനാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ റോഡുകളും റോഡ് സൈഡൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാം നമ്മുടെ കണ്ണിന് നല്ല അടിപൊളി കുളിർമ തരുന്ന കാഴ്ചകൾ കേട്ടോ. എല്ലാ സൈഡിലും പൂക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കെനിയോണിൻ്റെ അടുത്തെത്തി. ഇവിടെയാണ് നമുക്ക് സൂപ്പർ ഫാമും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അതാട്ടോ ഇസ്രയേലിൻ്റെ പതാക. ഇവിടെയും ഇങ്ങനെ ആമ്പലും അതുപോലെ തന്നെ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് ഇവർ ഈ മീനുകളൊക്കെ എന്താണാവോ ചെയ്യുന്നതെന്ന്. ഇനി കഴിക്കുവാണോ അതോ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുവാണോ എന്ന്. കാരണം ഒരുപാട് മീനുകളുണ്ട് കേട്ടോ അവിടെ. എനിക്ക് പണ്ടേ ഈ മീനുകളെ കഴിക്കാനും നോക്കി നിൽക്കാനൊക്കെ വല്ലാത്തൊരു ടെൻഡൻസി ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് കുറച്ച് നേരം തന്നെ അതൊക്കെ നോക്കി നിന്നിട്ട് ഇങ്ങനെ നടക്കുവാണ്. പെട്ടെന്ന് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. മീനുകളെ മാത്രം നോക്കി നടക്കുവാണെങ്കിൽ ഞാനിപ്പം നിലത്ത് കിടക്കുന്നു. കാരണം അവിടെയെല്ലാം നല്ല അടിപൊളിയായിട്ട് വെള്ളവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ എപ്പം തെന്നി വീണു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ നേരെ പോയത് സൂപ്പർ ഫാമിലിക്കാട്ടോ. ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവിടെ വരലുണ്ട്. ഒന്നും മേടിക്കാനില്ലെങ്കിലും ഇതിലേക്കൂടെ ചുമ്മാ പുതിയത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് അടിപൊളിയായിട്ടുള്ളതെന്നൊക്കെ കാണാൻ വേണ്ടി വരലുണ്ട്.
നമ്മുടെ സ്ഥിരം സെക്ഷൻ എന്ന് പറയുന്നത് നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്ക് അങ്ങനെ കുറച്ച് ലേഡീസിന് ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. നമ്മളിങ്ങനെ ഒന്നും മേടിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് നേരം നടന്നു. പിന്നെ കുറച്ച് നെയിൽ പോളിഷൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. 1, 2 മേടിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണും, സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ തെമ്മൂലിൽ നിന്ന് ക്രിസ്മസിന് വേണ്ടി ഞങ്ങൾ മേടിച്ച ഡ്രസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബനിയനാട്ടോ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ.